നമസ്കാരം. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട വിവാദ രക്ഷാപ്രവർത്തന കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരായ സുരക്ഷാ ഉദ്യോഗസ്ഥർ കടുത്ത പ്രതിസന്ധിയിലേക്ക്. കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഒളിവിലാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. പ്രതികളായ 5 പേരുടെയും മൊബൈൽ ഫോണുകൾ നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പ്രതികൾക്കായി കേരളത്തിനകത്തും അയൽ സംസ്ഥാനങ്ങളിലും ഒരേ സമയം അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം പ്രതിപ്പട്ടികയിലുള്ള അനിൽ കല്ലിയൂർ, എസ് സന്ദീപ് എന്നിവരുൾപ്പെടെ 3 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. മുൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ സമർപ്പിച്ച ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ കോടതിയിൽ അതിശക്തമായി എതിർക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കാതെ ഒളിവിൽ പോയതും ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തന്നെ നിയമത്തിൽ നിന്ന് ഒളിച്ചോടിയതും ചൂണ്ടിക്കാട്ടി ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിക്കും. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പ്രതികൾ പോലീസിനെ വെട്ടിച്ചു മുങ്ങിയത് ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിൽ വെച്ചാണ്. കോടതിയിൽ ചില നിയമ നടപടികൾക്കായി എത്തിയ പ്രതികൾ തങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ മണത്തറിഞ്ഞ് അതിവേഗം സ്ഥലം വിടുകയായിരുന്നു. ഇത്രയും വലിയ സുരക്ഷാ സന്നാഹങ്ങളുള്ള കോടതി വളപ്പിൽ നിന്നും പ്രതികൾ എങ്ങനെ അപ്രത്യക്ഷമായി എന്നത് അന്വേഷണ സംഘത്തെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളുടെ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കേസിൽ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതോടെയാണ് അണിയറയിൽ നാടകീയ നീക്കങ്ങൾ അരങ്ങേറിയത്. നവകേരള സദസ്സിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തുടക്കത്തിലെ ലഘുവായ വകുപ്പുകൾ മാറ്റി കടുത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയായിരുന്നു. പുതിയ കടുത്ത വകുപ്പുകൾ ചേർത്തതോടെ പ്രതികൾക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകാതെ തന്നെ നേരിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നിയമപരമായ അധികാരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അറസ്റ്റുടനുണ്ടാകുമെന്ന കൃത്യമായ സൂചന ലഭിച്ചതോടെയാണ് ഗൺമാൻമാർ ഒളിവിൽ പോകാൻ തീരുമാനിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അറസ്റ്റ് ഭീഷണി ശക്തമായി നിലനിൽക്കുന്നതിനാൽ കോടതിയിൽ നിന്നും താൽക്കാലിക ആശ്വാസം നേടാനാണ് പ്രതിഭാഗം വക്കീലന്മാർ ഇപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് അനിൽ കല്ലിയൂർ, എസ് സന്ദീപ് എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഇതിനോടകം തന്നെ ഓൺലൈൻ മുഖേന കോടതിയിൽ സമർപ്പിച്ചത്. തങ്ങൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായാണ് പ്രവർത്തിച്ചതെന്ന വാദമാകും ഇവർ കോടതിയിൽ ഉയർത്താൻ സാധ്യത. എന്നാൽ ഒളിവിലിരുന്ന് ജാമ്യത്തിനായി നീക്കം നടത്തുന്നത് പ്രോസിക്യൂഷൻ ആയുധമാക്കും. മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതികളായ കേസിൽ പോലീസ് ഒളിച്ചു കളിക്കുകയാണെന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ശക്തമാണ്. സ്വന്തം സേനയിലെ ഉദ്യോഗസ്ഥർ പ്രതികളാകുമ്പോൾ പോലീസ് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകേണ്ട ബാധ്യത ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനുണ്ട്. ഈ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് SIT അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ ഹാജരാക്കിയില്ലെങ്കിൽ അത് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്ന് ആഭ്യന്തര വകുപ്പ് ഭയപ്പെടുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ അയൽ സംസ്ഥാനങ്ങളിലെ പോലീസ് സഹായത്തോടെ പ്രതികളെ കണ്ടെത്താനുള്ള ഊർജിത നീക്കത്തിലാണ് SIT. മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഒളിവിൽ പോയ സംഭവത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നാടകീയമായി വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.